സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരായ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഏറ്റവും വലിയൊരു ജിഹാദാണ്, ഏറ്റവും വലിയൊരു യുദ്ധമാണ് നഫ്സുമായിട്ട് നാം നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പം നഫ്സിനെ മോശമായ കാര്യങ്ങൾ കൊണ്ട് ദുനിയവിയായ ഹവയിൽ നിന്നുമൊക്കെ അവന്റെ നഫ്സിനെ കടിഞ്ഞാനിടാൻ ഒരു ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയില്ലാത്തവർക്ക് അത് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കലാണ്, ശരീരത്തെ നിയന്ത്രിക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവ നടപ്പിലാക്കാൻ, അതായത് ക്ഷമ നടപ്പിലാക്കാൻ എന്താണ് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അത് നടപ്പിലാക്കൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടോളിന് ഒരു ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഹുജിബത്തിൻ നാറു ബിശഹവാതി, നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, നരകമുണ്ടല്ലോ, അത് ദേഹേച്ഛകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അതേ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, വഹുജിബത്തിൽ ജന്നതു ബിൽ മഖാരിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമുണ്ടല്ലോ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് വഹുജിബത്ത്, അവനിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ്